മനോജ്. നമസ്കാരം. നമ്മൾ ഭാരതപ്പുഴയുടെ തീരത്തുള്ള തവനൂര് ബ്രഹ്മാവിൻ്റെ ക്ഷേത്രത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. 18-ാം തീയതി നടക്കുന്ന നമ്മുടെ യാത്രയുടെ മുന്നോടിയായിട്ട് ക്ഷേത്രത്തെക്കുറിച്ചൊന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്ര മാഹാത്മ്യത്തെക്കുറിച്ചും ഒന്ന് വിശദമായി സംസാരിക്കാൻ വേണ്ടി ഇവിടുത്തെ മേശാന്തി ശ്രീ മനോജ് കടവന അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോട് ക്ഷണിക്കും. നമ്മുടെ ഈ ക്ഷേത്രം പരശുരാമൻ്റെ ഐതിഹ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം നിൽക്കുന്നത്. പരശുരാമൻ്റെ ഭാർഗവ ക്ഷേത്രം വീണ്ടെടുത്തതിൻ്റെ ശേഷമുള്ള കാര്യങ്ങളിലാണ് ഈ ക്ഷേത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ക്ഷേത്രം വീണ്ടെടുത്തതിൻ്റെ ശേഷം, അതായത് പരശുരാമന് ഈ പശ്ചാത്താപം വന്നിട്ട് പരശുരാമൻ തൻ്റെ ഭൂമി മുഴുവൻ ദാനം കൊടുത്തിട്ട് അങ്ങനെ ഗോകർണത്തിൽ വന്ന് നിന്നിട്ട് തൻ്റെ ആ മഴു കൂടി എറിഞ്ഞിരുന്ന സമയത്ത് വരുണദേവൻ ഈ അത്രയും ആ മഴു ചെന്ന് വീഴുന്ന അത്രയും ഭാഗം ഭൂമിയാക്കി കൊടുത്തിട്ട് അങ്ങനെയാണ് ഈ ഭാർഗവഖണ്ഡം, ഇപ്പോൾ ഭാഗവത്തിൽ പറയുന്ന ഭാർഗവഖണ്ഡം എന്നുള്ള ഒരു പ്രദേശം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പുതിയൊരു ഭൂമി വന്നപ്പോൾ അവിടെ വന്ന സമയത്ത് അവിടെ മനുഷ്യവാസത്തിനൊന്നും അനുയോജ്യമായിട്ടുള്ള ഒരു രീതിയിലായിരുന്നില്ല ആ ഭൂമി ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ആ ഭൂമിക്കൊരു ദൈവികതയും അതുപോലെ മനുഷ്യവാസത്തിന് അനുയോജ്യമാക്കാനുമില്ല, അതിനെല്ലാത്തിനും വേണ്ടി ദേവന്മാരോടൊരു യാഗം നടത്താൻ വേണ്ടി പരശുരാമൻ അപേക്ഷിക്കുകയാണ്. അപ്പോൾ ദേവന്മാർ പരശുരാമൻ്റെ അപേക്ഷ സ്വീകരിച്ചിട്ട് ഇതിന് ഈ യാഗം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള സ്ഥാനം യാഗത്തിനായിട്ട് തിരഞ്ഞെടുത്തിട്ട് അങ്ങനെ അവിടെ എല്ലാ ദേവഗണങ്ങളും വന്നിട്ടുള്ളൊരു യാഗം നടത്താനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുക. അപ്പോൾ അതിൽ ആ യാഗത്തിൽ യജമാന സ്ഥാനത്ത് ബ്രഹ്മാവാണ്, പത്നിയായിട്ട് സരസ്വതി ദേവി, അങ്ങനെ ഇരുന്നിട്ടുള്ള ആ ഒരു യാഗം ആണ്. അതായത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിൻ്റെയും പിതൃസ്ഥാനം ബ്രഹ്മാവിന്. ഇത് മാത്രമല്ല, എല്ലാ സകല ചരാചരങ്ങളുടെയും പിതൃസ്ഥാനം ബ്രഹ്മാവിനായതുകൊണ്ടും ബ്രഹ്മാവാണ് യജമാനായിട്ട്. ലോകത്തിലെ ആദ്യത്തെ അങ്ങനെ ഏകക്ഷേത്രമല്ല, അത് കുറച്ച് തെറ്റുണ്ട്. ഏകക്ഷേത്രമല്ല, ഡോക്ടർ പറഞ്ഞു ഏകക്ഷേത്രം. അതെ, അവിടെ ചതുർമുഖം തന്നെയാണ്. പക്ഷെ അവിടെ പ്രതിഷ്ഠ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഭിത്തിയോട് ചേർന്നിട്ടുള്ള രീതിയിലാണ് പ്രതിഷ്ഠ ഇരിക്കുന്നത്. അപ്പം നമുക്ക് കാണുന്നത് ഇവിടെ ആകുമ്പോൾ ശ്രീകോവിലിന്റെ നടുവിലാണ് നാല് മുഖം. അതായത് തൊഴുമ്പോ 3 പേര് കാണുള്ളെങ്കിലും 4ാമത്തെ മുഖം ഉണ്ട് പ്രകൃതിയുണ്ട്. പുഷ്കറിൽ അങ്ങനെയാണ് പ്രധാന വഴിപാടുകള്. ബ്രഹ്മാവിനുള്ള നെയ്വിളക്ക് പൂജ, പിന്നെ സാധാരണ അമ്പലത്തിലുള്ള പ്രത്യേക ആവശ്യത്തിനായിട്ട് ആവശ്യത്തിന് ഇപ്പോൾ സന്താനഗോപാലുണ്ട്, പിന്നെ പിതൃദോഷങ്ങൾക്കുള്ള വഴിപാടുകളുണ്ട്. അത് ബ്രഹ്മാവിന് തന്നെ. അതെ, ബ്രഹ്മാവിന്. ഉപദേവതകളും ഗണപതി, പിന്നെ സരസ്വതി ബ്രഹ്മാവിനോടൊപ്പം ബിംബത്തിൽ തന്നെ ഉണ്ട്. അങ്ങനെയാണ് സരസ്വതി ഉണ്ട്. പക്ഷെ ബ്രഹ്മാവിനോടൊപ്പം അവിടെ യാഗത്തിലിടുന്ന ആ ഒരു രീതിയിലാണ് ബ്രഹ്മാവിന്റെ പ്രതിഷ്ഠ ഇരിക്കുന്നത്. അത് യാഗത്തിലെ യജമാനൻ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെയാണ്. അത് തിരുനാവായി നാവാമുകുന്ദ ക്ഷേത്രമാണ്. അപ്പുറത്തൊരു നല്ലൊരു പ്രകൃതി രമണീയ ഭക്ഷണങ്ങൾ വരുന്നുണ്ട്. ഉണ്ട്. അപ്പോൾ ഈ ഇതിന്റെ ഐതിഹ്യം ഉണ്ടാകട്ടെ. അപ്പോൾ അങ്ങനെ ഈ ഇവിടെ ഈ യാഗം തുടങ്ങാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായ സമയത്ത് ഈ സ്ഥാനത്തിന് ചില മഹാവിഷ്ണുവിനെ മനസ്സിലായിട്ട് മഹാവിഷ്ണു ഈ യാഗം ഒന്ന് ഇവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു, അപ്പോഴത്തേക്കും ഇവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി യാഗം തുടങ്ങി വേണ്ടുള്ളൂ. ആ ഒരു ഘട്ടത്തിലാണ് സരസ്വതി ദേവിനെ ഇങ്ങനെ പത്നിസ്ഥാനത്ത് ഇരിക്കാൻ വരുന്ന സരസ്വതി ദേവിക്ക് ചെറിയൊരു ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കണം ഈ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ. അപ്പോൾ ആ സമയത്ത് മുഹൂർത്ത സമയത്ത് സരസ്വതി ദേവി എത്തിച്ചേർന്നിട്ടില്ല, അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്ത് ചോദിച്ചാൽ ഗായത്രി ദേവിനെ പകരം പത്നിസ്ഥാനത്ത് എത്തിയിട്ട് അവിടെ യാഗം തുടങ്ങുകയുണ്ടായി. അങ്ങനെ യാഗം തുടങ്ങിയപ്പോൾ സരസ്വതി ദേവി കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ ഇത് കണ്ടിട്ട് സുബിതയായിട്ട് ഗായത്രി ദേവിനെ പുഴയായി തീർത്തേ എന്ന് പറഞ്ഞിട്ട് ഒരു ശാപം കൊടുക്കുന്നുണ്ടായി. അപ്പോൾ തിരിച്ച് സരസ്വതി ദേവിനെ ഗായത്രി ദേവി തിരിച്ചും നദിയായി തീർത്തേ എന്ന് പറഞ്ഞിട്ട് ശപിക്കുകയുണ്ടായി. രണ്ടുപേരും ഇവിടുന്ന് നദിയായിട്ട് ഒഴുകാൻ തുടങ്ങി. അപ്പോൾ സരസ്വതി ദേവി നദിയെ ഒഴുകാൻ തുടങ്ങിയപ്പോൾ ലക്ഷ്മി പാർവതി സ്വമേധയാ നദികളായിട്ട്
സരസ്വതിയോടൊപ്പം ഒഴുകാൻ തുടങ്ങി. അത് ഐതിഹ്യത്തിൽ പേരാറ് എന്നറിയപ്പെടുന്ന ആ നദി ഉത്ഭവം എങ്ങനെയാണ്, മറ്റേ ഗായത്രി പുഴ അങ്ങനെ ഐതിഹ്യത്തിൽ ഉണ്ട്. അപ്പോൾ പിന്നീട് ഈ യാഗയിടയിൽ വെച്ചിട്ട് നിർത്തേണ്ടി വരും, അങ്ങനെ മുഴുമിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ സപ്തർഷികളോട് പരശുരാമൻ വീണ്ടും ഇതിൻ്റെ കാര്യകാരണ സഹിതം ചോദിച്ചപ്പോൾ അവർ ഇതിൻ്റെ സ്ഥാനം വേണ്ട കൃത്യമല്ലാത്തതുകൊണ്ടാണ് ഇവിടെ യാഗത്തിന് ഭംഗം വന്നതെന്ന് പറഞ്ഞിട്ട് അതിന് പറഞ്ഞു കൊടുത്ത ആ ഒരു സ്ഥാനം ആണ് ഈ സ്ഥലം. ആ യാഗം പിന്നീട് ഇവിടെ പൂർവാധികം ഭംഗിയായിട്ട് എല്ലാ ദേവഗണങ്ങളും യക്ഷ കിന്നര ഗന്ധർവന്മാരെല്ലാവരും ഒത്തുചേർന്നിട്ടുള്ള ആ ഒരു യാഗം ഇവിടെ നടക്കുകയും ആ യാഗത്തിൽ വന്ന പങ്കുകൊള്ളാൻ വന്ന മഹാവിഷ്ണു മഹാലക്ഷ്മി ഇരുന്ന സ്ഥലത്താണ് പിൽക്കാലത്ത് തിരുനാവായ ശിവനും പാർവതിയും വന്നിരുന്ന സ്ഥലത്താണ് ശിവക്ഷേത്രം. അത് നമ്മൾ നടന്നു വരുമ്പോൾ കാണാൻ പറ്റുമോ? അവിടെ അതിലെ വരുമ്പോ ഇറങ്ങിയിട്ട് കാണാം. വരാം. അപ്പോൾ ഈ അവിടെ ശിവൻ ധ്യാനത്തിലിരിക്കുകയാണ്, പക്കം പാർവതി ദേവിയുണ്ട്. അങ്ങനത്തെ ഒരു രീതിയിലാണ് അവിടെ ശിവൻ ഉണ്ടായിരുന്നത്. ഇവിടെ മഹാവിഷ്ണു മഹാലക്ഷ്മി തിരുനാവായ. അപ്പോൾ ഇവിടെ ഈ ക്ഷേത്രം വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ യാഗത്തിൻ്റെ സമയത്ത് ഈ പേരാറ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഭാരതപ്പുഴ തന്നെയാണ് ഈ പേരാറ് എന്ന് പറയുന്നത്. അപ്പം ഈ പേരാറിലേക്ക് സപ്തനദികളും ഈ യാഗത്തിനോടനുബന്ധിച്ചിട്ട് വന്നു ചേർന്നു എന്നാണ്. അത് അപ്പോൾ ഈ സപ്തനദികൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാരതദേശത്തിനെ മുഴുവൻ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ സപ്തനദികൾ. അതായത് ഈ ഇതിൻ്റെ ഏതെങ്കിലും ഒരു പോഷക നദിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം ഭാരതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ആ ഒരു കാര്യം സംഭവിച്ചതിന് ശേഷമാണ് ഇവിടെ ഭാരതപ്പുഴ എന്ന് ഈ നദിക്ക് പേര് വന്നത്. അതെ, എല്ലാ നദികളിലെ സാന്നിധ്യം ബന്ധപ്പെട്ട് ഭാരതം എന്നുള്ള പേര്. അതെ, അല്ലെങ്കിൽ ഇതിലേക്കും വലിയ നദികൾ ഒരുപാട് ഉണ്ടെങ്കിലും ഭാരതപ്പുഴ ഈ ഒരു ഐതിഹ്യമാണ് ബന്ധപ്പെട്ടത്. ഭാരതം എന്നുള്ള പേര് വേറെ അത് സപ്തനദികളിലെ സാന്നിധ്യം ഉണ്ട്, അതുകൊണ്ടാണ് ഭാരതത്തിന്റെ. അത് പുതിയ അതെ. അപ്പൊ അത് മാഘമാസത്തിലെ മകം നാളിലാണ്, അത് മകരത്തിലെ മകം നാളിലാണ്. അത് ഇവിടെ നിളാപൂജ നിളാരതി ഒക്കെ ഉണ്ട്. ഇപ്പൊ ഈ 13-13 തീയതി ഉണ്ട് ഇവിടെ. മാഘത്തിലെ മകം, അതായത് ഫെബ്രുവരി 13. അതെ അതെ. ഇവിടെ എല്ലാ ഇതിലും നിള പൂജ അതിനൊരു അനുസ്മരണം, ആ സപ്തനദികൾ വന്ന് ചേർന്നതിന്റെ ഒരു അനുസ്മരണമായിട്ട് എല്ലാ മകനാളിലും ചെയ്തു വരുന്നുണ്ട്. ഈ നിള ഇപ്പൊ നമ്മള് ഇപ്പൊ ഗംഗാരതിയൊക്കെ അല്ലേ, അതേപോലെ തന്നെ ഈ മാമാങ്കമൊക്കെ നടന്നിരുന്നു. അതെ, മാമാങ്കം ഇവിടെ തന്നെയാണ്. പക്ഷെ അത് പിന്നെ ചരിത്രമാണ്, ഇത് ഐതിഹ്യമാണ്, രണ്ടും വ്യത്യാസമുണ്ട്. ഇത് അല്ല, ഈ പുഴയെ സംബന്ധിച്ചിടത്തോളം അതിനും പ്രത്യേകിച്ച് ഈ സ്ഥലത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം ഉണ്ടല്ലോ. അതെ അതെ. അപ്പം ക്ഷേത്രം വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യാഗമൊക്കെ പൂർവാധികം ഭംഗിയായിട്ട് നന്നായിട്ട് കഴിഞ്ഞു. അങ്ങനെ അതായത്